പുതിയൊരു വീടൊക്കെ വെക്കുന്ന സമയത്ത് ഹൗസ് വാമിംഗ് ആകുമ്പോഴേക്കും ഇതുപോലെ വീടിനോട് ചേർന്ന് ഇങ്ങനെ വരി വരിയായിട്ട് കലാത്തിയെ നട്ടു കൊടുത്തിട്ട് പിന്നീട് അത് പറിച്ച് കളയേണ്ട ഒരു ഗതികേട് ഒരുപാട് പേർക്ക് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഇത് പറിച്ച് ഇളക്കി കളയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ ആദ്യം ഇത് നടുന്ന സമയത്ത് തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇത് പറിച്ച് കളയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കലാത്തിയ തൈകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മണ്ണിലേക്ക് നട്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ തൈകൾ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ നിറയെ വന്നിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വൃത്തികേടായി അവിടെയൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ പുല്ലും കളയൊക്കെ വന്ന് ആകെ കാട് പിടിച്ച് വൃത്തികേടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മാത്രമല്ല ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ വേരൊക്കെ നമ്മുടെ വീടിനോട് ചേർന്ന് നടുന്നതുകൊണ്ട് തന്നെ വീടിൻ്റെ തറയുടെ ഉള്ളിലേക്കൊക്കെ പോകാനും നമ്മളിത് പറിച്ച് ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ ഇത് വലിച്ച് പറിച്ച് നമ്മൾ പിക്കാസും കൈക്കോട്ടൊക്കെ എടുത്ത് ചെയ്താൽ തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രക്കും റൂട്ടൊക്കെ അടിയിലേക്ക് തറയ്ക്കുള്ളിലേക്കൊക്കെ പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ പോലും അതൊരു ഒന്നൊന്നര പണിയായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ട് ഇവർ പറിച്ച് വീടിൻ്റെ അടുത്ത് നിന്ന് ഒഴിവാക്കണതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇല്ലാണ്ട് തന്നെ നമ്മളിത് ഭംഗിയിൽ നിർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇത് നടുന്ന സമയത്ത് തന്നെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നല്ല ചട്ടിയിലോ ഒക്കെ ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകളൊക്കെ എക്സ്ട്രാ ഉണ്ടാവുന്നതൊക്കെ ആ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു പ്ലാന്റർ ബോക്സിലോ എവിടെയാണ് വെക്കണമെന്ന് വെച്ചാലും അതിങ്ങനെ നല്ല വൃത്തിയിൽ അതിൻ്റെ ചുറ്റുമുള്ള കളകളൊക്കെ നമുക്ക് അതിൽ ഇപ്പോൾ ഈ ഒരു പ്ലാന്റർ ബോക്സിലെ കളകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ചട്ടികളെല്ലാം ഇതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാനും ജന്തുക്കളൊക്കെ വന്ന് ഒളിച്ച് നിൽക്കാത്ത രീതിയിൽ നല്ല വൃത്തിയാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ചട്ടിയിലൊക്കെ ആവശ്യത്തിന് വളമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല കെയർ ചെയ്യാനൊക്കെ പറ്റും. നല്ല വൃത്തിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെ പ്ലാന്റർ ബോക്സിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നിറയെ തൈകൾ വന്ന് നിറയുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ തൈകളൊക്കെ സെപ്പറേറ്റ് ആക്കി വീണ്ടും നല്ല മണ്ണും വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് വീണ്ടും റിപ്പോർട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ നമ്മൾ ചട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ്. ഇതിൻ്റെ ഉണങ്ങിയ ഇലകളും പഴുത്ത ഇലകളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഒരു ലിമിറ്റ് വിട്ട് ഹൈറ്റ് വെക്കുന്ന ഇലകളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരേ ഹൈറ്റിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചൂടിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക. വേറെ പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട, നന്നായിട്ട് നനച്ചു കൊടുക്കുക. ചീത്ത ഇലകളൊക്കെ കട്ട് ചെയ്താൽ തന്നെ നല്ല ഉഷാറായിട്ട് എത്ര വർഷം വേണമെങ്കിലും നമുക്കിത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ ചൂട് കൂടി പാമ്പൊക്കെ വീടിനകത്ത് കയറുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഹൈറ്റ് വെക്കുന്ന ചെടികളൊക്കെ അതിനോട് ചാരി നിൽക്കുന്ന ജനലൊക്കെ നിങ്ങൾ നെറ്റ് അടിക്കാതെ തുറന്നിടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പാമ്പൊക്കെ അകത്ത് കയറും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീടിന് ചുറ്റും ഇതുപോലെ നിറയെ ചെടികളുള്ള വീട്ടിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഉടനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും 100% യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കല്ലേ.